ഭരണാധികാരികളുടെ അക്രമകരമായ ഭരണം അത് നമ്മൾ അനുഭവിച്ചതല്ലേ ഇന്ത്യയിൽ. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ശരിക്കും കാണുന്നില്ലേ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അവിടെയാണ് നമ്മൾ ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കേണ്ടതിൻ്റെ കടമ നിർവഹിക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ ഈ തിരിച്ചു കൊണ്ടുവരവിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ആ ദഅവത്ത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ആ ദഅവത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ അത് കെട്ടിപ്പൊക്കിക്കൊണ്ടുണ്ടാക്കിയതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ സുഗന്ധം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ സംഗമം ഖുതുബുസ്സമാന്റെ ആ മക്കാമിന്റെ പരിപാലനം തന്നെ ദാറുൽ ഹുദയെ ഏൽപ്പിച്ചു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദാറുൽ ഹുദക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ്, അതിലുപരി അംഗീകാരമാണ്. കാരണം ഖുതുബുസ്സമാൻ ഇവിടെ വന്നത് ദഅവത്തിന് വേണ്ടിയാണ്. ആ ദഅവത്ത് നിർവഹിക്കുന്ന